വെൽക്കം ബാക്ക് ടു ലിറ്റ്ലൈറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഇമെയിൽ എഴുതാം, ഇമെയിൽ ഫുൾ മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം എന്ന കാര്യങ്ങളാണ്. ആദ്യം തന്നെ ഇമെയിൽ ഫോർമാറ്റ് പരിചയപ്പെടാം. ഏതൊരു ലെറ്റർ നോക്കുകയാണെങ്കിലും അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഫ്രം ടു അഡ്രസ്സുകൾ ഉണ്ടാവും. ഫ്രം എന്ന് പറഞ്ഞാൽ നമ്മളെ അഡ്രസ്സ്, ആരാണോ എഴുതുന്നത് അവരാണ് ഫ്രം. ടു എന്ന് പറഞ്ഞാൽ ആരിലേക്കാണോ എഴുതുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ലെറ്റർ എഴുതുന്നത് അവരെയാണ് ടൂവിൽ അഡ്രസ്സ് ചെയ്യേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ക്ലിയർ ആയിട്ട് അതുപോലെ ഷോർട്ടായിട്ട് എഴുതുക എന്നുള്ള കാര്യമാണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇമെയിൽ എഴുതുന്നത് ആ കാര്യം വളരെ ഷോർട്ടായിട്ട് എഴുതുക. ചെയ്യേണ്ടത് സർ ഓർ മാഡം എന്ന് പറഞ്ഞിട്ട് അവരെ അഡ്രസ്സ് ചെയ്യുക. പിന്നത്തെ ലൈൻ എല്ലാ ഇമെയിലും നമുക്ക് എഴുതാൻ പറ്റിയിട്ടുള്ളതാണ്. ഐ ഹോപ്പ് ദിസ് മെസ്സേജ് ഫൈൻഡ് യു വെൽ. അത് നമ്മൾ ഫോർമലായിട്ട് ഒരു ലെറ്റർ അയക്കുകയാണെങ്കിലും അല്ല ഇൻഫോർമൽ ആണെങ്കിലും നമുക്ക് എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് ഇത്. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇമെയിൽ എഴുതുന്നത് ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഷോർട്ടായിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുക. എസ്സേ എഴുതുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതേണ്ട കാര്യമില്ല. നമുക്ക് എന്താണോ പറയാനുള്ളത് ആ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ശേഷം നമുക്ക് എഴുതാൻ പറ്റിയ ഒരു സെൻറ്റൻസ് ആണ് താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് കൺസിഡറേഷൻ. പിന്നെ സിൻസിയർലി അതുപോലെ നമ്മളെ പേരും പറഞ്ഞുകൊണ്ട് അവിടെ എൻഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇമെയിലിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏത് തരത്തിലുള്ള ഇമെയിൽ ക്വസ്റ്റ്യൻസ് വന്നാലും അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നതാണ്. ഏതൊക്കെ വേർഡ്സ് നമുക്കതിൽ പ്രോപ്പറായി യൂസ് ചെയ്യാം എന്ന കാര്യങ്ങളൊക്കെയാണ്. ഇമെയിൽ എഴുതുമ്പോൾ ഫസ്റ്റ് ലൈനായിട്ട് നമുക്ക് എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഐ ആം റൈറ്റിംഗ് ദിസ് ഇമെയിൽ ടു ഇൻഫോം യു എബൌട്ട്, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഷെയർ സം ഇൻഫർമേഷൻ എബൌട്ട്. എബൌട്ടിന് ശേഷം നമുക്ക് എന്താണോ പറയാനുള്ളത് ആ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഒരു ഇമെയിൽ എഴുതി തുടങ്ങേണ്ടത്. നമ്മളിപ്പോൾ എന്താണ് നമ്മളെ പ്രശ്നം എന്ന് പറഞ്ഞു, ഇനി നമുക്കതിനൊരു സൊല്യൂഷൻ കിട്ടണം. അതിന് വേണ്ടിയിട്ട് എഴുതാൻ പറ്റിയ സെൻറ്റൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഐ റിക്വസ്റ്റ് യു ടു ടേക്ക് ആക്ഷൻ ടു ക്ലീൻ ദ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ അവർ ടൗൺ. ഐ റിക്വസ്റ്റ് യു ടു ടേക്ക് ആക്ഷൻ എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളെ പ്രശ്നം എന്താണോ എഴുതാം. ഇവിടെ പ്ലാസ്റ്റിക് വേസ്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ സെൻറ്റൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു ടേക്ക് നെസസറി സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മളെ പ്രശ്നം എന്താണോ അത് എഴുതി കൊടുക്കാം. നിങ്ങൾക്ക് ഏത് സെൻറ്റൻസ് ആണ് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആ സെൻറ്റൻസ് എടുത്താൽ മതി. ഇപ്പം നമ്മൾ പ്രോബ്ലം പറഞ്ഞു, അതിനൊരു സൊല്യൂഷൻ അവരോട് ആവശ്യപ്പെട്ടു. ഇനി കൺക്ലൂഡ് ചെയ്യണം ഇമെയിൽ. അതിന് വേണ്ടിയിട്ട് നമുക്ക് താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് കൺസിഡറേഷൻ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഐ ലുക്ക് ഫോർവേഡ് ടു യുവർ പോസിറ്റീവ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് ഇമെയിൽ കൺക്ലൂഡ് ചെയ്യാം. അതിനുശേഷം യു സിൻസിയർലി എന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ പേരും കൂടിയും കൊടുത്ത ഇമെയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ അവിടെ ഫ്രം കൊടുത്തിട്ടുണ്ട്, നമ്മളെ ഇമെയിൽ അഡ്രസ്സ് എഴുതി കൊടുക്കാം. ടു ആർക്കാണോ എഴുതുന്നത് അവരുടെ അഡ്രസ്സ്. പിന്നെ സബ്ജക്റ്റ് പ്രോബ്ലം ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതാണ് ഇവിടെ സബ്ജക്റ്റായിട്ട് വരുന്നത്. എന്തിനെ പറ്റിയിട്ടാണോ നമ്മൾ പറയുന്നത് അതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു സെൻറ്റൻസ്. പിന്നെ അവരെ അഡ്രസ്സ് ചെയ്യുക. ഐ ആം റൈറ്റിംഗ് ടു ഇൻഫോം യു എബൌട്ട് ദ പ്രോബ്ലം ഓഫ് പുവർ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ അവർ ഏരിയ. ഗാർബേജ് ഈസ് ലെഫ്റ്റ് ഓൺ ദ സ്ട്രീറ്റ് causing bad smell, health issues and an untidy environment. I request you to kindly publish this issue in your newspaper so that the authorities take action to keep our surrounding clean and safe. Yours sincerely and നമ്മളെ നെയിം എഴുതി കൊടുക്കുക. നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.